ഇന്നത്തെ നമ്മുടെ റെസിപ്പി മീൻകറി റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുടംപുളി എടുത്ത് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയൊരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം ഞാൻ ഇത്തിരി മീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കുടംപുളിയുടെ അളവും കൂട്ടിയെടുക്കുക കേട്ടോ. പിന്നെ ഒരുപാട് സമയം ഇത് വെള്ളത്തിലിട്ട് വെക്കണമെന്നൊന്നുമില്ല, കുറച്ച് സമയം ഇട്ട് വെച്ചാൽ മതി. ഞാൻ എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3/4 ടേബിൾ സ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ച് പൊടികൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ മല്ലിപ്പൊടി വേണ്ടാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാവേ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാടിട്ട് മൂപ്പിച്ച് കറുപ്പിക്കേണ്ട, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചാൽ മാത്രം മതി. എണ്ണയൊന്നും ചേർക്കുന്നില്ല ഈ ടൈമിൽ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന വെള്ളവും പുളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇത്തിരി വെള്ളം ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണേ. മൊത്തത്തിൽ ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തിരുന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. പെട്ടെന്ന് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 മുറി തക്കാളി അരിഞ്ഞത്. ഇനി ഇതിൻ്റെ കൂടെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ അരച്ചത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഒന്നുകിൽ തേങ്ങ അരച്ച അല്ലെങ്കിൽ തേങ്ങാപ്പാൽ. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിള വന്നു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 4-5 മത്തി മാത്രമേ എടുത്തിട്ടുള്ളൂ, ചെറിയ മത്തിയാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 20-25 മിനിറ്റ് വരെ വെന്താൽ മതിയാവും, ചെറിയ മത്തിയല്ലേ. പിന്നെ ഏത് മീനാണെങ്കിലും അരമണിക്കൂറൊക്കെ വേവുമ്പോൾ നല്ലപോലെ വെന്ത് കിട്ടും. ഇപ്പോൾ ഏകദേശം 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അടുപ്പ് തുറന്ന് നോക്കിയപ്പോൾ ദാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. മീൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ സവോള അല്ലെങ്കിൽ ഒരു വലിയ സവോളയുടെ പകുതി മതി, അത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ചൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ടതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാവേ. ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് നല്ലതായിരിക്കും. ഇപ്പം നല്ലതുപോലെ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല ടേസ്റ്റി ആവും. കാരണം 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ സവോള ഇതിലൊക്കെ നല്ലപോലെ അലിഞ്ഞിട്ട് അതിലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്, ദോശയ്ക്ക് നല്ലതാണ്, ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്ക് ഒക്കെ നല്ലതാണ് കേട്ടോ. ഒരു ഈസി റെസിപ്പി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മീൻകറി തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കമൻസിലൂടെ എന്നെ വിവരം അറിയിക്കണം. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. കൂടെ ബെല്ലടിച്ച് വയ്ക്കാൻ കൂടി മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കൂ. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, സീ യു, താങ്ക് യു.